ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനി ജാതകത്തിൽ 10ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. ജാതകത്തിലെ 10ാം ഭാവം കർമ്മഭാവമാണ്. ഒരു വ്യക്തിയുടെ കരിയർ, പൊതുപദവി, അധികാരം, ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാവമാണ് 10ാം ഭാവം. ധനു, മകരം, കുംഭം, മീനം, തുലാം രാശികളിൽ നിന്നാൽ ശനി ശുഭഫലം കൂടുതലായിട്ട് നൽകും. ജനിക്കുന്ന സമയത്ത് ബലവാനായ ശനി 10ാം ഭാവത്തിൽ നിന്നാൽ ധാരാളം ധനവും പ്രതാപവും ലഭിക്കും. ഉന്നത പദവിയും കീർത്തിയുമുള്ളവനും ജനസമൂഹത്തിൻ്റെ നേതൃത്വം വഹിക്കാൻ സാധ്യതയുള്ളവനും ആയിത്തീരും. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഉന്നത അധികാരമുള്ള ഭരണാധികാരിയാകാനും സാധ്യതയുണ്ട്. ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശി 10ാം ഭാവമായിട്ട് ശനി അവിടെ സ്ഥിതി ചെയ്യുകയോ ശനിക്ക് സ്വക്ഷേത്ര സ്ഥിതി, അതായത് മകരം കുംഭം രാശിയിൽ സ്ഥിതിയോ ഉണ്ടെങ്കിൽ പ്രസിദ്ധനും ധനവാനും രാജതുല്യനുമായിത്തീരും. പൂർവീയ സ്വത്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ശനി ദശയിലോ ശനിയുടെ ബന്ധുഗ്രഹങ്ങളുടെ ദശയിൽ ശനിയുടെ അപഹാരകാലത്തോ ഇവർ വളരെയേറെ ധനം സമ്പാദിക്കും. സമൂഹത്തിൽ ഉന്നതിയിലെത്താനും യോഗമുണ്ട്. സ്വന്തമായിട്ട് ധാരാളം ധനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആർക്കും വഴങ്ങാത്ത സ്വഭാവമായിരിക്കും. ഇവർ ജോലിയെ ഗൗരവമായിട്ട് കാണുന്നവരാണ്. മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിനേക്കാളും ക്ഷമയും പടിപടിയായിട്ടുള്ള വളർച്ചയുമാണ് ഇവർ അനുവർത്തിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തിൽ കൂടെയും തെളിയിക്കപ്പെട്ട കഴിവിലൂടെയുമാണ് നേട്ടങ്ങൾ ഇവർ കൈവരിക്കുന്നത്. സമഗ്രമായ സമീപനം, വിശ്വാസ്യത, സ്ഥിരോത്സാഹം എന്നിവ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജോലിയിലും ബിസിനസ്സിലും മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള റോളുകൾ ഏറ്റെടുക്കുകയോ സ്ഥാപനങ്ങളിൽ വിശ്വസനീയതയുള്ള അധികാരിയായി മാറുകയോ ചെയ്യും. നിയമനിർമ്മാണം, നിയമം നടപ്പാക്കൽ, സർക്കാർ കോർപ്പറേഷനുകളിലുള്ള ജോലികൾ, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്, സൈന്യം, സംഘത്തലവൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ അധികാരം അടിച്ചേൽപ്പിക്കുന്നതോ നടപ്പാക്കുന്നതോ ആയ റോളുകളിൽ വളരെയേറെ ശോഭിക്കും. 10ാം ഭാവത്തിലെ ശനി ശുഭഗ്രഹങ്ങളുടെ ബന്ധമില്ലാതെ പാവക്ഷേത്രത്തിൽ നിന്നാൽ നീചപ്രവൃത്തിയിൽ താല്പര്യമുണ്ടാകും. 10ാം ഭാവത്തിലെ ശനി നീചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് 10ാം ഭാവം മേടം രാശിയായിട്ട് അവിടെ ശനി നിന്നാൽ മലിന സ്ഥലം വൃത്തിയാക്കുന്നവൻ, ഭൃത്യൻ, കെട്ടിടം പണി, പലചരക്ക് കടയിൽ ജോലി, ഇരുമ്പ് സംബന്ധമായ ജോലി, ഇരുമ്പ് കച്ചവടം, ഡെഡ് ബോഡിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ജോലികൾ, ഇതൊക്കെ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. മകരം, കുംഭം എന്നീ രാശികൾ 10ാം ഭാവമായിട്ട് അവിടെ ശനി സ്ഥിതി ചെയ്യുമ്പോൾ ജാതകനെ പുരാവസ്തു ശാസ്ത്രം, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, മ്യൂസിയങ്ങൾ, ആർക്കൈവുകൾ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധനാണ്. 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നവർക്ക് ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും പെട്ടെന്നായിരിക്കും. സ്വന്തം പരിശ്രമത്തിലൂടെ നഷ്ടങ്ങൾ നികത്തി നേട്ടങ്ങൾ കൈവരിക്കും. മാതാപിതാക്കൾക്ക് ദുഃഖം കൊടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. കുടുംബജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാകും. ജോലി സംബന്ധമായ ആസക്തി, വ്യക്തി ജീവിതത്തെക്കാളും കരിയറിനെ സ്നേഹിക്കുന്ന ഒരു അസന്തുലിതാവസ്ഥ, ഇതൊക്കെയാണ് കുടുംബജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഇതിന് ഒരു കാരണം വിവാഹം, പ്രണയം എന്നിവയുടെ ഭാവമായ 7ാം ഭാവത്തെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ശനി നൽകുന്ന രാജയോഗങ്ങളെല്ലാം തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞ ശേഷം മാത്രമാകും ലഭിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ശനി ഭഗവാന് എള്ളുതിരി തെളിക്കുന്നതും ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും ശനിദോഷം മാറാനും ശനിയുടെ അനുകൂല ഫലങ്ങൾ കിട്ടാനും വളരെ ഉത്തമമാണ്.